ഹലോ, ഇന്ന് 7ാമത്തെ ലെസനാണ്. ആദ്യത്തെ ലെസൺസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, കമൻറ്റിലുണ്ടാവും, പോയി കണ്ടിട്ട് വരണേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ, എസ്പെഷ്യലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ട് ഒരാൾ കൊണ്ടുവരികയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ചെയ്ത് നല്ലതാണ്, ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓഫീസുകളിലാണ് കൂടുതൽ പറയാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളിൽ, അല്ലേ, നമ്മൾ ആരോടെങ്കിലും ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാൻ ചാൻസ് കൂടുതൽ. ഓഫീസിൽ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ആയിട്ടുള്ള നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസസ് കുറേ വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറയുക, പകുത്തെടുത്ത ഒരു ക്ലാസ്സാണ്. സിമ്പിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും കേട്ടോ. കുറച്ച് ലോങ് സെൻറ്റൻസ് ആണ്, പക്ഷെ മിക്കതും 2 പാർട്ടുള്ള സെൻറ്റൻസാണ് ആൻഡ് സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ട് കാണില്ല. ഈ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്കിൻ്റെ ഉത്തരങ്ങൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എന്തായാലും ശ്രമിക്കണം കേട്ടോ. ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അങ്ങനെ നമ്മൾ പറയില്ലേ, അതിനാണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഗുഡ്, അല്ലെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ നൈസ്, അല്ലെങ്കിൽ ഈസിയർ. അവിടെ എന്തെങ്കിലും ഇതുമാതിരി വാക്ക് വരാം. സ്റ്റാർട്ടിങ് ഇറ്റ് വുഡ് ഹാവ് ബീൻ, ഇറ്റ് വുഡ് ഹാവ് ബീൻ, അതാണ് ഇങ്ങനെ പറഞ്ഞത്. ഇറ്റ് വുഡ് ഹാവ് ബീൻ, ഇറ്റ് വുഡ് ഹാവ് ബീൻ. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം കേട്ടോ. അവർ നേരത്തെ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ്, നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ. ഇഫ് ദേ ഹാഡ് ടോൾഡ് അസ്, നേരത്തെ ഏർലിയർ. ഒന്ന് പറഞ്ഞു നോക്കുമോ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ. അവർ പറഞ്ഞു നേരത്തെ? ഇല്ല. സോ ദേ ഡിഡ്ന്റ് ടെൽ അസ് ഏർലിയർ. അവർ നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഉള്ളതിനേക്കാൾ നന്നായിരുന്നേ, അല്ലേ. ഇപ്പം പറയാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇപ്പം ബേസിക് പാറ്റേൺ കണ്ടോ. ഇറ്റ് വുഡ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്, നൈസ്, ബെറ്റർ, ഗുഡ്, ഈസിയർ, ഹെൽപ്ഫുൾ, ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവ്. അത് കഴിഞ്ഞ് ഇഫ്, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണത്. ഹാഡ് ടോൾഡ് അസ് ഏർലിയർ, ഹാഡ് ടോൾഡ്, ടോൾഡ് V3 ആണേ. ഹാഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ V3, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് ഒക്കെ പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് ഈ പാറ്റേൺ വെച്ചാൽ കിട്ടും. ഇത്രയും ഗ്രാമർ ഓർത്ത് വെക്കണ്ട കേട്ടോ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ. നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പറയാറില്ല നമ്മൾ. എങ്ങനെ പറയും? ഇതുപോലെ തന്നെ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, ബെറ്റർ എന്ന് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ ബെറ്റർ എന്ന് ഉപയോഗിക്കാം. എന്ത് ചെയ്തിരുന്നെങ്കിൽ? ഇഫ് യു ഹാഡ് കോൾഡ് മീ, വിളിച്ചിരുന്നുവെങ്കിൽ. ഇഫ് യു ഹാഡ് കോൾഡ് മീ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. 2 രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇഫ് യു ഹാഡ് കോൾഡ് മീ എന്നുള്ളത് ആദ്യം വരാം, എന്നിട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നുള്ളത് അവസാനം വരാം. പക്ഷെ കൂടുതൽ നല്ലത് കണ്ടുവരുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് കോൾഡ് മീ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. അവൾ ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. അവളിപ്പോൾ ഞങ്ങളുടെ ടീമിലല്ല, അവൾ അപ്പുറത്തെ ടീമിലാണ്. അപ്പോൾ അവളും ഞങ്ങളുടെ കൂടെ ചേർന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. എങ്ങനെ പറയും? സ്റ്റാർട്ടിങ് എളുപ്പമല്ലേ. നന്നായിരുന്നേനെ ഇപ്പം നമുക്ക് നൈസ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് എന്ത് ചെയ്തിരുന്നെങ്കിൽ? ഇഫ് ഷീ ഹാഡ് ജോയിൻഡ് അസ്, അല്ലേ. ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് ഇഫ് ഷീ ഹാഡ് ജോയിൻഡ് അസ്. ഞാനിങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ ഉറക്കെ കൂടെ പറയുമോ എൻ്റെ? അപ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി വരും വായിൽ. ഓക്കെ, ഉറക്കെ പറയും. ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കൂടെ പറയും. നമുക്ക് ഒരുമിച്ച് പറയാം. ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ് ഇഫ് ഷീ ഹാഡ് ജോയിൻഡ് അസ്. കൂടുതൽ വിവരങ്ങൾ തന്നിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ. ഇതിപ്പോൾ ആകെ ഈ ഡേറ്റ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. കുറച്ചുകൂടെ ഉപകാരപ്പെടുന്നത് എപ്പോഴായിരുന്നു? കുറച്ചുകൂടെ കാര്യങ്ങൾ, ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ, അല്ലേ. അപ്പോൾ ഉപകാരപ്പെടുക, ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ. അപ്പോൾ അവർ നമുക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻ തന്നിരുന്നുവെങ്കിൽ. ഇഫ് ദേ ഹാഡ് ഗിവൻ അസ്, തരിക, ഗിവ്. അപ്പോൾ ഇഫ് ദേ ഹാഡ് ഗിവൻ അസ്, ഗിവൻ ടു അസ് എന്ന് പറയില്ല കേട്ടോ, ഗിവൻ അസ്, അവർ ടു വേണ്ട. ഇഫ് ദേ ഹാഡ് ഗിവൻ അസ് എന്ത്? മോർ ഇൻഫർമേഷൻ. അപ്പോൾ ഒന്ന് പറയാം, കൂടെ പറയാം കേട്ടോ. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഹെൽപ്ഫുൾ ഇഫ് ദേ ഹാഡ് ഗിവൻ അസ് മോർ ഇൻഫർമേഷൻ. ഇത് തന്നെ വേറെ രീതിയിൽ നമുക്ക് പറയാം. അവരൊന്ന് കുറച്ച് മുമ്പേ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിലോ, ഇതിപ്പോൾ എങ്ങനെയായില്ലേ എന്ന് പറയില്ല നമ്മൾ. ആ ഒരു ധ്വനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫുള്ളി ഇങ്ങനെ ഇറ്റ് ഹാവ് ബീൻ ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പറയുന്നതിന് പകരം അവരൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ മാത്രം നമുക്ക് പറയുകയാണെങ്കിലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ. സിമ്പിളായില്ലേ? ഇത് കേൾക്കുമ്പോൾ ഇനി ഇങ്ങനെ ഇത്ര എളുപ്പമുള്ളൊരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഇതെനിക്ക് പറഞ്ഞ പോലെ ആയിരുന്നോ, ഇതിപ്പോൾ അത് മുഴുവൻ ഞാൻ പഠിച്ചില്ലേ.
അതൊരു പ്രശ്നമല്ല. കാരണം ആ പാറ്റേണിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്ന പാറ്റേൺ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചത് ഒരു ബുദ്ധിമുട്ടായി നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ വിചാരിക്കണ്ടാവും. ഇത് ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും കുറവ് മാത്രം പഠിച്ച് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കി കുറേ പേര് നടക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ ശരിയാക്കി തരും. ഈ വീഡിയോയിൽ നമ്മൾ വലിയ വലിയ സെൻറ്റൻസുകൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം മുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന, നമുക്ക് ദഹിക്കുന്ന ടൈപ്പ് പാർട്സ് ആയി കിട്ടും. ചെറിയ ചെറിയ പോർഷൻസ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാവും കേട്ടോ. വലിയ സെൻറ്റൻസുകൾ കണ്ട് പേടിക്കണ്ട. ഇതെങ്ങനെയാണ് പറയണേ? ഐ വിഷ്. സിമ്പിൾ അല്ലേ? ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier. ആ ലാസ്റ്റ് പാർട്ട് സിമിലറാ അല്ലേ? ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier. ഇത് തന്നെയാണ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് us earlier. കുറച്ചുകൂടി ഇങ്ങനെ തുറന്ന് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ രണ്ടാമത്തെ പാർട്ട് ഉപയോഗിച്ചാൽ മതി. രണ്ടും കോമൺ ആണ് കേട്ടോ. അപ്പോൾ ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമാണ്. പക്ഷെ എന്താ അത് നേരത്തെ പറയാതിരുന്നത്? നമ്മൾ അങ്ങനെ പറയില്ലേ? ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier. അപ്പോൾ ആ ഒരു ധ്വനി വരണമെങ്കിൽ നമുക്ക് ഇതെന്താ അവർ നേരത്തെ പറയാതിരുന്നത്, ആ ഒരു അങ്ങനെ ഒരു ഫീലിംഗ് വരണമെങ്കിൽ ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier. ഒരിത്തിരി പരിഭവം ഉണ്ടോ നമുക്ക് അവരടുത്ത്? പക്ഷേ നമ്മളിങ്ങനെ ഹാവ് ബീൻ ഗുഡ് ഇങ്ങനെയാണെങ്കിൽ നന്നായിരുന്നേനല്ലേ നമുക്ക് അങ്ങനെ ഒരു രീതിയിലാണ്. എപ്പോഴും നമ്മുടെ വികാരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പറയണേ. എപ്പോഴും പറയാറില്ലേ? അപ്പോൾ നമുക്ക് എന്നുള്ള ഫീലിംഗ് വേണം ഐ വിഷ്. മറ്റേതാണെങ്കിൽ നന്നായിരുന്നില്ല കേട്ടോ. ആ ഒരു ഇങ്ങനെ രസമായിട്ട് സംസാരിച്ച് പോവുകയാണെങ്കിൽ ഹാവ് ബീൻ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഓക്കെ. അടുത്തതേ നമ്മുടെ ഫീലിംഗ് ആണ്. എങ്ങനെയാണെന്നറിയോ? എന്നെ വിളിച്ചില്ലല്ലോ എന്നാലും. ഐ വിഷ് യു ഹാഡ് കോൾഡ് മീ. ഐ വിഷ് യു ഹാഡ് കോൾഡ് മീ. എന്നാലും വിളിച്ചില്ലല്ലോ നീ. കണ്ടോ? ആ ഒരു പരിഭവം നമ്മുടെ ഈ സെൻറ്റൻസിൽ വരണം. ഞാനിത് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ യൂട്യൂബിൽ പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതേ വികാരം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പല ലെവലിൽ സംസാരിക്കാൻ പറ്റും. കാരണം ഓരോ സിറ്റുവേഷനും ഒരേ സെൻറ്റൻസിനേക്കാളും ആ സിറ്റുവേഷൻ്റെ വികാരം ഉൾക്കൊണ്ട് സംസാരിക്കാൻ പറ്റണ്ടേ? അതിലല്ലേ കമ്മ്യൂണിക്കേഷൻ നന്നാവുക അല്ലേ? അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഈ മെത്തേഡ് ഫോളോ ചെയ്യും. എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഇങ്ങനെ വികാരം ഉൾക്കൊണ്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ വികാരം ഉൾക്കൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്നാലും നീ എന്നെ വിളിച്ചില്ലല്ലോ. ഐ വിഷ് യു ഹാഡ് കോൾഡ് മീ. ഐ വിഷ് യു ഹാഡ് കോൾഡ് മീ. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? ഐ വിഷ് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. അറിയുക നോ. അപ്പോൾ ഐ വിഷ് ഹാഡ് നോൺ. ഐ വിഷ് വി ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഐ വിഷ് വി ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് നീ പറഞ്ഞ കേട്ടില്ലല്ലോ. നീ പറയുമ്പോൾ കേട്ടാൽ മതിയായിരുന്നു. ഞാൻ ആകെ കുഴി ചെന്ന് ചാടിയില്ലേ. അപ്പം ഞാനെന്താ ചെയ്യേണ്ടത്? കേൾക്കണം. നീ പറഞ്ഞത് കേൾക്കണം. കേൾക്കുക എന്ന് പറഞ്ഞാൽ ലിസൺ. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കുമോ? ഐ വിഷ് ആരാ കേൾക്കേണ്ടത്? ഞാൻ. ഐ ഹാഡ് ലിസൺഡ് ടു യു. ഐ വിഷ് ഐ ഹാഡ് ലിസൺ ടു യു. ലിസൺഡ് V3 ആണ് ലിസൻ്റെ. നീ പറഞ്ഞാൽ കേട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം പറ്റിയത്. കേട്ടനായിരുന്നു കേട്ടോ. അതിൻ്റെ തെറ്റാണ്. ഐ വിഷ് ഐ ഹാഡ് ലിസൺ ടു യു. പശ്ചാത്തലം. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി ഇതൊന്നുകൂടെ സ്ട്രോങ്ങറായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അവരൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് പണിയാണ് അവർ കാണിച്ചേ. അപ്പോൾ നമുക്കതിലൊരു ഇത്തിരി ലെവൽ വിട്ട് അവർ നമ്മൾ അടിക്കും. ആ ഒരു ലെവലെത്തി. നമുക്ക് കരയണോ എന്നുള്ള വക്കം എത്തി. അപ്പം നേരത്തെ അതില്ല. നമുക്കതിൻ്റെ ഒരു കുറച്ചുകൂടെ തീവ്രമായ വികാരം ഉണ്ടെന്നുള്ളൂ. ഇത് അതിതീവ്ര വികാരം. അതിതീവ്ര മഴ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിതീവ്ര വികാരം. ഒന്നുകൂടെ നമ്മളൊന്ന് മനസ്സ് പാതിരിപ്പോയാൽ കരഞ്ഞു പോകും, അല്ലെങ്കിൽ അയാളെ തല്ലും. ആ ലെവലിലെത്തിനെങ്കിൽ ഇഫ് ഓൺലി എന്ന് പറഞ്ഞിട്ട് പറയാം. ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് us earlier. പക്ഷെ അവർക്ക് എന്തിൻ്റെ കേടായിരുന്നു? അത് നേരത്തെ പറയായിരുന്നില്ലേ അവർക്ക്? കുരങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ? കുരങ്ങന്മാരെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? ഇഫ് ഓൺലി. മറ്റേത് എന്തായിരുന്നു? ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് us earlier. അത് സിമ്പിൾ അല്ലേ? ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് us earlier. എന്തൊരു പരിപാടി മനുഷ്യന്മാർ കാണിച്ചു വെച്ചിട്ട് വായിലേക്ക് പറഞ്ഞിട്ട് ആ ഒരു വികാരം വരേണ്ടത് നിങ്ങൾക്ക് വരും. നമുക്കൊക്കെ പല സമയത്ത് ഇങ്ങനത്തെ വികാരം വരും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് us earlier. ഈ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് us earlier. എൻ്റെ കൂടെ വികാരം ഭരിതയായി പറയൂ, അല്ലെങ്കിൽ ഭരിതനായിട്ട് പറയൂ. ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് us earlier. ഞാൻ അധികം വികാരം ഞാൻ അവിടെ കൂടുതൽ എക്സാമ്പിൾസ് തരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടെ ദേഷ്യം വരും. അത്ര ദേഷ്യം നല്ലതല്ല. ഇന്നൊരു കാര്യം ചെയ്താൽ നല്ലതാണ് അല്ലേ? ഇപ്പം നീ ഫയലിൽ അത് വെച്ചിട്ടില്ല, കോപ്പി വെച്ചില്ല. കോപ്പി വെച്ചാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ പറയാം. ഇങ്ങനെ പറയാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസുമായിട്ട് കമ്പയർ ചെയ്യണം. അവർ നമ്മളടുത്ത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. എങ്ങനെ പറഞ്ഞു? ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് us earlier. അല്ലേ? അപ്പോൾ നേരത്തെ നടന്നു പോയൊരു കാര്യമാണത്. അവർ പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്കൊരു അക്കടി പറ്റുകയും ചെയ്തു അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഇതൊക്കെ പാസ്റ്റിൽ നടന്നു. അവർ നേരത്തെ പറയുകയാണെങ്കിൽ നന്നായേനെ. അതെങ്ങനെ പറയും? അപ്പോൾ സെൻറ്റൻസ് കണ്ടോ? ഇറ്റ് വുഡ് ബി ഗുഡ്
if they told us earlier. എന്തൊക്കെ വ്യത്യാസം? ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് അല്ല, ഇറ്റ് വുഡ് ബി ഗുഡ്. അപ്പം ഇനിയും നമുക്കതിന് സാധ്യതയുണ്ട് കേട്ടോ, തീർന്നു പോയിട്ടില്ല, കഴിഞ്ഞു പോയ കാര്യമല്ലത്. പ്രസൻറ്റോ ഫ്യൂച്ചറോ ഉള്ള കാര്യമാവാം. ഓക്കെ, ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ടോൾഡ് us earlier. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം. അവർ നമ്മുടെ ഓഫീസിലേക്ക് ഒരു വിസിറ്റിന് വരുന്നുണ്ട്, ഒരു വേറൊരു ക്ലയൻറ്റോ ആരെങ്കിലും വരുന്നുണ്ട്. അവർ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കി മെനയാക്കി വെക്കാമല്ലോ ഓഫീസ്. അപ്പോൾ അവർ വരുന്ന കാര്യം പറയുകയാണെങ്കിൽ നല്ലായിരുന്നു. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ടോൾഡ് us earlier കേട്ടോ. അപ്പോൾ പാസ്റ്റ് ആണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് us earlier മാറിയിട്ട് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ടോൾഡ് us earlier. ഓക്കെ, ഇതൊരു സാങ്കല്പിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പ്രസൻറ്റ് ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാങ്കല്പിക ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇത് പറയാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവനോടൊന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു എന്നുവെച്ചാൽ നീ ഒന്ന് സംസാരിക്കണം, പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് പറയാം. അപ്പം നമ്മൾ പുതിയൊരു എന്താ പറയുക, ഒരു ഓഫീസിൽ പുതിയൊരാൾ വരുന്നുണ്ട്, അപ്പോഴത്തെ ടീമാണ്, പക്ഷെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നീ ഒന്ന് അവരുടെ അടുത്ത് സംസാരിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ഇപ്പം പോയി സംസാരിക്കാം, അല്ലെങ്കിൽ നാളെ പോയി സംസാരിക്കാം. ഇപ്പോൾ പ്രസൻറ്റോ ഫ്യൂച്ചറോ ആണ്. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു ടോക്ക് ടു ഹിം. നീ അവനോട് സംസാരിച്ചാൽ അത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് ടു ടോക്ക് ടു ഹിം. ടു വെച്ചും പറയാം, അവനോടൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ടോക്ക് ടു ഹിം. ഉത്തരം അറിഞ്ഞാൽ നന്നായിരുന്നു അല്ലേ? ഒരു പ്രോബ്ലം ഉണ്ട്, മിസ് അത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടാണ്, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഉത്തരം അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഐ ന്യൂ ദി ആൻസർ കേട്ടോ. അവിടെ ഇഫ് ഐ നോ ദ ആൻസർ എന്ന് പറയരുത് കേട്ടോ, ഇഫ് ഐ ന്യൂ ദി ആൻസർ. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ സാങ്കല്പികമായിരിക്കാം അല്ലേ. ഇതിൻ്റെ ഉത്തരമൊന്നും എനിക്കറിയില്ല, അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഐ ന്യൂ ദ ആൻസർ. സാങ്കല്പികമായൊരു കാര്യമാണ്, ശരിക്കുള്ളതല്ല, ശരിക്കും അറിയില്ല ഉത്തരം. ഓക്കെ, അറിഞ്ഞെങ്കിൽ അതൊരു നല്ല കാര്യമായേനെ. എന്ത് ചെയ്യാം എനിക്കറിയില്ല. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഐ ന്യൂ ദി ആൻസർ. ഓക്കെ, അങ്ങനെയും ആ ഹൈപ്പോത്തറ്റിക്കലായിട്ടും വരാം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരെണ്ണം കൂടെ നോക്കാം. കുറച്ചുകൂടി സമയം കിട്ടിയാൽ നന്നായിരുന്നു. എങ്ങനെ പറയും? ഇറ്റ് വുഡ് ബി ബെറ്റർ, അല്ലെങ്കിൽ നൈസ്, ഗുഡ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇറ്റ് വുഡ് ബി ബെറ്റർ, കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് മോർ ടൈം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? മിസ് ഹാഡ് വേണ്ടാന്നല്ലേ പറഞ്ഞേ? ഇപ്പോൾ വീണ്ടും ഇവിടെ ഹാഡ് വന്നേ. അത് ഞാൻ എന്താ പറഞ്ഞേ? ഹാഡ് ടോൾഡ് us earlier. അപ്പോൾ അവിടെ ശരിക്കും വേർബ് ടോൾഡ് ആണ്, അതിൻ്റെ കൂടെ ഒരു ഹാഡ് കിടക്കുക. ഇപ്പം ഇത് അങ്ങനെയല്ല. സമയം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഹാവ് ടൈം, അവിടുത്തെ മെയിൻ വേർബ് ഹാവാ, അതിൻ്റെ പാസ്റ്റ് ഹാഡ്. ഇവിടെ പാസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക, V3 അല്ല. ഇപ്പം ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ്. നേരത്തെ സെൻറ്റൻസിൽ ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഐ ന്യൂ ദി ആൻസർ എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ വേർബ് നോ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ന്യൂ. അപ്പം ഇവിടെ ടൈം ഉണ്ടാവുക, അത് ഹാവ് ടൈം. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് എന്നല്ല വരിക, ഹാഡ് മോർ ടൈം. ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് ഐ ഹാഡ് മോർ ടൈം. നല്ലൊരു സ്ഥലത്ത് പോയി നിങ്ങൾ താമസിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയാണ് ഒരു ദിവസം കൂടെ നമ്മൾ ഇവിടെ താമസിച്ചാൽ നന്നായിരിക്കും. ഇറ്റ് വുഡ് ബി നൈസ്, താമസിക്കുന്നത് സ്റ്റേ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഇഫ് വി സ്റ്റേഡ് അനദർ ഡേ, ഒരു ദിവസം കൂടെ ഇവിടെ നിന്നാൽ നന്നായിരുന്നേനെ. ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് വി സ്റ്റേഡ് അനദർ ഡേ. അല്ലെങ്കിൽ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു ഹൈപ്പോത്തറ്റിക്കലാ, നീ എവിടെയാ? നീ ഇപ്പോൾ എവിടെ? കാനഡയിലാണ്. നല്ല രസമാണ്, എല്ലാവരും വന്നിട്ടുണ്ട് കല്യാണത്തിന്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്ങനെ പറയാ? ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു വേർ ഹിയർ. ഇഫ് യു വേർ ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കണ്ടുവരുന്ന സെൻറ്റൻസുകളല്ലേ ഇതൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്, അപ്പോൾ ഒരാൾ കൂടെ നമ്മളൊന്ന് സഹായിക്കാനുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് താമസിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കും, ഞാൻ അറിയില്ലേ. ഇപ്പോഴത്തെ കാര്യം കേട്ടോ, ഞാൻ ഈ മലയാളം സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ പാസ്റ്റ് എന്ന് വിചാരിക്കുന്നത്. ഞാൻ എല്ലാം ഒന്നിലും ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള സെൻറ്റൻസുകൾ അങ്ങനെ പറയാം. ഇറ്റ് വുഡ് ബി ഗുഡ് അല്ലെങ്കിൽ ബെറ്റർ, അവൻ അടുത്ത് താമസിച്ചിരുന്നെങ്കിൽ. ഇഫ് ഹി ലിവ്ഡ് ക്ലോസർ. സിമ്പിൾ അല്ലേ അത്? നിങ്ങളുടെ അടുത്ത് ഒരു ഫ്രണ്ട് വരികയാണ്, അപ്പോൾ വരുന്നതിന് മുമ്പ് വിളിച്ചാൽ നന്നായിരിക്കും. എങ്ങനെ പറയും? ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഷീ കോൾഡ് ബിഫോർ ഷീ കെയിം. അവിടെ 3 പാർട്ടുണ്ട്. ബിഫോർ ഷീ കെയിം, അവൾ വരുന്നതിന് മുമ്പ്. ബിഫോർ ഷീ കം അല്ല കേട്ടോ, ബിഫോർ ഷീ കെയിം പാസ്റ്റ് ടെൻസിൽ പറയാം. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ഷീ കോൾഡ്, അവൾ വിളിച്ചിരുന്നെങ്കിൽ. ബിഫോർ ഷീ കെയിം, അവൾ വരുന്നതിന് മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കണ്ടോ? ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് വരാം, അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗുഡ് ടു വരാം.
ഇപ്പോൾ ടു വരുന്ന കുറച്ച് കേസ് പറയാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെൻസാ. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നന്നായിരിക്കും. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ടോക്ക് ടു ഹിം. ഒന്ന് സംസാരിച്ചോ, നല്ലതായിരിക്കും ഇത്. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ടോക്ക് ടു ഹിം. കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, വിവരങ്ങൾ കിട്ടുന്നത് നന്നായിരിക്കും. എങ്ങനെ പറയും? യാത്രയൊക്കെ അല്ലേ, ഇത്ര മാത്രമേ ഡേറ്റ് ഒന്നും മാത്രമേ ഉള്ളൂ, എന്തൊക്കെ എടുക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നമ്മൾ പോണതിന് മുമ്പ്. അപ്പോൾ കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടുന്നത് നന്നായിരിക്കും. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അപ്പോൾ ടു കഴിഞ്ഞിട്ട് ഗോട്ട് ഒന്നും പറയരുത് കേട്ടോ. ടു ടോക്ക് ടു ഹിം, ടു ടോക്ക് അല്ല, അത് ശ്രദ്ധിക്കണേ. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഗെറ്റ് സം മോർ ഇൻഫർമേഷൻ. ഇഫ് വരുമ്പോഴാണ് നമ്മൾ മറ്റേ പറഞ്ഞ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കണം. നിങ്ങൾ നാളെ ഒരു സ്ഥലത്ത് പോകാൻ വിചാരിക്കും. അപ്പോൾ നേരത്തെ പോകുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ആകെ വെയിലാവും, കാറിലാണെങ്കിൽ പോകണത് ചൂടാവും. നേരത്തെ പോകുന്നത് നന്നായിരിക്കും. എങ്ങനെ? നേരത്തെ ഇറങ്ങുന്നത് നന്നായിരിക്കും നല്ല അർത്ഥം. ലീവ് ചെയ്യുക. അപ്പോൾ ഇറ്റ് വുഡ് ബി ഗുഡ് ടു ലീവ് ഏർലി ടുമോറോ. നാളെ നേരത്തെ ഇറങ്ങുന്നത് നന്നായിരിക്കും. ഇറ്റ് വുഡ് ബി ഗുഡ് ടു ലീവ് ഏർലി ടുമോറോ. കണ്ടോ എന്ത് പ്രാക്ടിക്കലായി യൂസ്ഫുൾ ആയ സെൻറ്റൻസ് ആണെന്ന് നോക്കിയേ. നിങ്ങൾ ഈ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾ ഉപയോഗിക്കാത്തൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ രീതിയിൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്ത് പലരും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കുറേ ടെക്നിക്സ് പറയില്ലേ. ചിലർ പറയും ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി തൈരൊക്കെ ഇട്ടിട്ട് കുഴച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, നന്നായിരിക്കും കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അതാണ് നിങ്ങളുടെ ഉണക്ക ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ, ഈ രീതിയിൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. നിങ്ങളുടെ അടുത്ത് ഞാൻ കിച്ചണിൽ വന്നിട്ട് പറയാം, ഇങ്ങനെ തൈരൊക്കെ ഇട്ടിട്ട് ഞാൻ ഇളക്കി പറയാനാണ്. ഇറ്റ് വുഡ് ബി ഈസിയർ ടു ഡു ഇറ്റ് ദിസ് വേ. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇറ്റ് വുഡ് ബി ഈസിയർ ടു ഡു ഇറ്റ് ദിസ് വേ. ഈ ഫ്രേസസ് ഒക്കെ ഇല്ലേ പഠിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. എങ്ങനെ പറയും? ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് ഇപ്പോഴും ഫ്യൂച്ചറിലൊക്കെ ഉപകാരം ഉണ്ടാവും. ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു ലേൺ ദീസ് എക്സ്പ്രഷൻസ്. ഫ്രേസസോ എക്സ്പ്രഷൻസോ എന്താണെന്ന് പഠിക്കുന്നത് വെച്ചാൽ അത് പഠിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു ലേൺ ദീസ് എക്സ്പ്രഷൻസ്. മനസ്സിലായോ? ഇതിനിപ്പോൾ ചോദ്യമായിട്ട് വരാം. ഞാൻ പിന്നീട് വിളിച്ചാൽ ശരിയാവുമോ? ഇപ്പോൾ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പിന്നീട് വിളിച്ചാൽ ശരിയാവുമോ? എങ്ങനെ പറയാ? വുഡ് ഇറ്റ് ബി ഓക്കെ എന്നിട്ട് ഇഫ് ഐ കോൾഡ് യു ലേറ്റർ. ഇഫ് ഐ കോൾ യു അല്ല, ഇഫ് ഐ കോൾഡ് യു ലേറ്റർ. ഇഫ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇഫ് കണ്ടീഷണൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കണ്ടീഷണൽസ് ആണ്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നിയമങ്ങളല്ല. അതിൻ്റെ ഇഫിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് കാണാം. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഞാൻ വെറുതെ പറയണല്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു താൾ ഞാനിങ്ങനെ വലിച്ചു കീറി എടുത്ത് ഞാൻ പഠിപ്പിക്കുകയാണ്. വുഡ് ഇറ്റ് ബി ഓക്കെ? ഓക്കെ ആവുമോ? ഓക്കെ ആയിരിക്കുമോ? വുഡ് ഇറ്റ് ബി ഓക്കെ എന്ത് ചെയ്താൽ? ഇഫ് ഐ കോൾഡ് യു ലേറ്റർ, ഞാൻ പിന്നീട് വിളിച്ചാൽ ഓക്കെ ആയിരിക്കുമോ? എന്നൊരു പറയാം, എൻ്റെ കൂടെ പറയോ. വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കോൾഡ് യു ലേറ്റർ? വുഡ് ഇറ്റ് ബി ഓക്കെ ഇഫ് ഐ കോൾഡ് യു ലേറ്റർ? ഇത് സ്ഥിരം നമ്മൾ പറയാനുള്ള കാര്യമാണ്. നാളെ ലീവ് എടുത്താൽ പ്രശ്നമാവോ? പറയോ, ഒന്ന് ഉണ്ടാക്കാൻ നോക്കുമോ? നാളെ ലീവ് എടുത്താൽ പ്രശ്നമാവോ? അപ്പോൾ പ്രശ്നമാവോ? വുഡ് ഇറ്റ് ബി ഓക്കെ അല്ല, പ്രശ്നമാവോ? വുഡ് ഇറ്റ് ബി എ പ്രോബ്ലം എന്ത് ചെയ്താൽ? ഇഫ് ഐ ടേക്ക് എ ലീവ് എന്ന് പറയില്ല, ഇഫ് ഐ ടുക്ക് ടുമോറോ ഓഫ്. നമ്മൾ ലീവ് എടുക്കുക എന്നുള്ളതിന് ടു ടേക്ക് എ ഡേ ഓഫ് അങ്ങനെ പറയാം കേട്ടോ. ടു ടേക്ക് എ ലീവ് എന്നല്ല പറയാം, ടു ടേക്ക് എ ഡേ ഓഫ്. ഓക്കെ, വുഡ് ഇറ്റ് ബി എ പ്രോബ്ലം ഇഫ് ഐ ടുക്ക് നാളെ ഓഫ്, ടുമോറോ ഓഫ്. ഇഫ് ഐ ടുക്ക് എ ഡേ ഓഫ് ടുമോറോ എന്നും പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇഫ് ഐ ടുക്ക് ടുമോറോ ഓഫ്. ഒരു ദിവസം ലീവ് എടുത്താൽ നാളെ പ്രശ്നമാവുമോ? നാളെ ഒരു ദിവസം ലീവ് എടുത്താൽ പ്രശ്നമാവുമോ? അങ്ങനെ. വേറെ ഒരു സെൻറ്റൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോൺ ഞാൻ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കാര്യം നോക്കാനായിരുന്നു, ഫോൺ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടാവുമോ? അപ്പോൾ പല രീതിയിൽ പറയാം, പക്ഷേ പ്രോബ്ലം ആവുമോ എന്നുള്ള പറയാൻ ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണമെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? ഞാനൊന്ന് ഫോൺ നോക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവുമോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? അത് ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കമ്പനിയുടെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ലോഗിൻ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറാനുള്ളത്. അപ്പോൾ നമുക്ക് അയാളുടെ ഫോണിലാണ് വരണം, ഒന്ന് ഫോൺ എടുത്താൽ പ്രശ്നം ഉണ്ടാവും. നമ്മൾ അത്രയും ഇതായിട്ട് ചോദിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഫോൺ, എൻ്റെ ബ്രദറിനെ സിസ്റ്ററിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ അല്ല. നമ്മുടെ ഓഫീസിൽ നമ്മൾ ഒഫീഷ്യൽ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? ആ ഫോണിൽ OTP വന്നിട്ടില്ല. വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ? ആ ഫോൺ ഒന്ന് ടച്ച് ചെയ്യാൻ നമുക്ക് പെർമിഷൻ വേണം. അപ്പോൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ഫോൺ അല്ല, പെന്നും ആവാം. യൂസ്ഡ് യുവർ പെൻ. അപ്പോൾ വുഡൊക്കെ കണ്ടു. വില്ല് പറ്റുമോ? വില്ലും പറ്റും. നാളെ നീ വന്നാൽ നന്നായിരിക്കും. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു കം
ടുമോറോ, ഇഫ് യു കം ടുമോറോ. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക അല്ലേ, അതൊരു റിയൽ പോസിബിലിറ്റിയാണ്. നാളെ നീ വരിക എന്നുള്ളത്, നീ അങ്ങ് കാനഡയിലൊന്നുമല്ല, നീ ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. അപ്പോൾ കൊച്ചിയിലത്തെ ഓഫീസിലേക്ക് നാളെ നിനക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സാങ്കല്പികമൊന്നുമല്ല, റിയൽ ആയിട്ടുള്ളതാണ്. വുഡ് സാങ്കല്പികമായിരുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് റിയൽ ആണ്. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു കം ടുമോറോ. നാളെ വന്നാൽ നന്നായിരിക്കും കേട്ടോ. ഓഫീസിലെ മറ്റേ മാനേജർ വരേണ്ടതാണ് പറഞ്ഞേ. ഷീല വരുന്നില്ല, നീ വന്നാൽ നന്നായിരിക്കും കേട്ടോ. വരണം, ഷീല വന്നിരിക്കണം അവിടെ. അപ്പോൾ ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു കം ടുമോറോ. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റിയൽ കാര്യമാണ്, അത് നടക്കണം. സാങ്കല്പികമായിരുന്നെങ്കിലോ, നീ ഇവിടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായി എൻ്റെ കുട്ടി. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു കെയിം ടുമോറോ. വ്യത്യാസം കണ്ടാ? ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു കം ടുമോറോ, ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു കെയിം ടുമോറോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായില്ലത്? അപ്പം അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കാര്യമാണ്. അല്ലെങ്കിൽ നീ ഇപ്പോൾ കാനഡയിൽ തന്നെയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി തന്നെ എന്നുള്ള ഞാനിങ്ങനെ അയവർക്കാണ്, അല്ലാണ്ട് നീ വരാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, അതാണ് വുഡ്. ആൻഡ് പാസ്റ്റ് ടെൻസ് വന്നു അവിടെ. അവർ പറഞ്ഞാൽ നന്നായിരിക്കും, നമ്മുടെ അടുത്ത് ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുകയാണ്, അപ്പോൾ അവർ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പം അവരുടെ കാര്യമല്ലേ, അത് അവരല്ലേ പറയേണ്ടത്. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ദേ ടെൽ അസ്. അവരുടെ കാര്യമായതുകൊണ്ട് അവരിത് പറഞ്ഞാൽ നന്നായിരിക്കും. ഇറ്റ് വിൽ ബി ഗുഡ്, ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ദേ ടെൽ അസ്. ഇതിലൊരു തെറ്റ് വരുത്താൻ ചാൻസ് ഉള്ളത്, ഞാനത് എടുത്ത് പറയാം. എന്നാലും ഹോംവർക്കിൽ ഇങ്ങനത്തെ തെറ്റ് വരും. ശ്രദ്ധിക്കും. ഇവിടെ വിശക്കുന്നു എന്നൊക്കെ ആരെയും ചിന്തിക്കുന്നുണ്ട്, വേണ്ട, ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ദേ വിൽ ടെൽ അസ് എന്ന് പറയില്ല നിങ്ങൾ? പറയുമോ? പറയരുത്. ഇഫ് ദേ വിൽ ടെൽ അസ് അല്ല, ഇഫ് ദേ ടെൽ അസ്. അവിടെ ഒരു വില്ല് വേണ്ട, വില്ല് നമ്മുടെ ആദ്യം. ഇറ്റ് വിൽ ബി ഗുഡ്. തെറ്റ് വരുത്തരുത് കേട്ടോ പ്ലീസ്. സ്ഥിരമായി കാണുന്നതാണ്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയാണ്. ഇത്ര എടുത്ത് പറഞ്ഞിട്ടും തെറ്റ് വരുത്തും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നേ, നമ്മുടെ എഗോയും ബിഫോറും തമ്മിൽ. അത് പറഞ്ഞു കൊടുത്തിട്ട് അതേമാതിരി ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് വീണ്ടും ഉത്തരം തെറ്റിച്ചിട്ടുണ്ട്. എത്ര വിഷമമാവുമെന്നറിയോ? ഞാൻ ഉത്തരം കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ട, എന്നാലും നമുക്ക് വിഷമാവും. ഒന്ന് തെറ്റുന്നതിലല്ല കേട്ടോ, ആ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്നൊരു ഒരു 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 ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാ, ഞാനത് ജസ്റ്റ് മാറിപ്പോയതാ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഒരു സമാധാനമാവും. അത് നമ്മൾ കറക്റ്റാക്കാൻ വേണ്ടിയല്ലേ പറയണത്. ഓക്കെ, നമ്മൾ നേരത്തെ പോകുന്നത് നന്നായിരിക്കും. സാങ്കല്പികമൊന്നുമല്ല, റിയൽ ആയിട്ടുള്ള. അപ്പോൾ വില്ല് വെച്ച് പറയൂ. ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് വി ലീവ് ഏർലി. നമ്മളൊരു സ്ഥലത്ത് പോകാൻ നിൽക്കുക, അപ്പോൾ ബസ്സിലും പോവാം, കാറിലും പോവാം, ട്രെയിനിലും പോകാം. പക്ഷെ ട്രെയിനിലാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇങ്ങനെ പറയും, ഇറ്റ് വിൽ ബി ഈസിയർ. എളുപ്പമായിരിക്കും. ഇറ്റ് വിൽ ബി ഈസിയർ നീ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ ട്രെയിൻ. മറ്റേത് ബസ്, ഇവിടുന്ന് ഒരു ബസ് പിടിച്ച് പിന്നെ മാറിക്കയറി ബസ് പിടിച്ച് പിന്നെ അടുത്ത ബസ് അവിടുന്ന് ആ സ്റ്റോപ്പിൽ നിർത്തില്ല. അതിന് 2 സ്റ്റോപ്പ് മുമ്പത്തെ സ്ഥലത്ത് നിന്ന് പിന്നെ അടുത്ത ബസ് പിടിച്ച് പിന്നെ ഓട്ടോ പിടിക്കേണ്ടി വരും. ട്രെയിനാണെങ്കിൽ നേരെ അതിന് മുമ്പിൽ ഇറങ്ങാം. ഇറ്റ് വിൽ ബി ഈസിയർ ഇഫ് യു ടേക്ക് ദ ട്രെയിൻ. അവിടെ ഒരു പാവം കുട്ടിയാണ്, വീട്ടിൽ കഷ്ടപ്പാടാണ്, അവൾക്ക് ജോലി കിട്ടിയാൽ നന്നായിരിക്കും. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ഷീ ഗെറ്റ്സ് ദ ജോബ്. ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് പോയിട്ടുണ്ട്, കിട്ടിയാൽ നന്നായിരിക്കും കേട്ടോ, പാവം കുട്ടിയത്. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ഷീ ഗെറ്റ്സ് ദ ജോബ്. കേട്ടോ, ഈ വിൽ ബി ഗുഡ് വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ നല്ലതായിരിക്കും എന്ന് പറയാനൊക്കെ ഇറ്റ് വിൽ ബി ഗുഡ്. ഇത് നിങ്ങൾ ഇന്ന് അയച്ചാൽ സഹായകരമായിരിക്കും, എന്നുവെച്ചാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് കിട്ടേണ്ടതാണേ. ഇങ്ങനെ പറയും, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നിങ്ങൾ ഇന്ന് അയക്കുകയാണെങ്കിൽ ഇഫ് യു സെൻഡ് ഇറ്റ് ടുഡേ, ഇന്ന് അയക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇഫ് യു സെൻഡ് ഇറ്റ് ടുഡേ. നിങ്ങൾക്ക് വരാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. വരാൻ കഴിയുമെങ്കിൽ ഇഫ് യു ക്യാൻ കം നന്നായിരിക്കും. ഇറ്റ് വിൽ ബി ഗുഡ്. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ക്യാൻ കം. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പരീക്ഷയുണ്ട് അല്ലേ, പക്ഷെ രാവിലെ ഒന്ന് വന്നിട്ട് പോകും. ഞങ്ങൾ ക്ഷണിച്ചല്ലേ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമൊക്കെ അല്ലേ, ബർത്ത്ഡേ പാർട്ടിയാണേ. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു ക്യാൻ കം. നമുക്ക് വരാൻ പറ്റുമെങ്കിൽ, വരാൻ കഴിയുമെങ്കിൽ അത് നല്ലതായിരിക്കും. കണ്ടോ, ഇപ്പം നെഗറ്റീവ്സും വരാട്ടോ. നന്നായിരിക്കും പറയുന്നതിന് പകരം നന്നായിരിക്കില്ല കേട്ടോ അത് എന്ന് പറയുന്ന കേസസില്ലേ, അതെ അവരത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നന്നായിരിക്കില്ല കേട്ടോ. എങ്ങനെ പറയും, ഇറ്റ് വിൽ ബി ഗുഡ് അല്ല, ഇറ്റ് വോണ്ട് ബി ഗുഡ്. അവരത് അറിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ഫൈൻഡ് ഔട്ട്. അല്ലെ, നീ ഇത് അവരുടെ പറമ്പിലെ മാങ്ങ എടുത്തിട്ടാണോ നീ ഈ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്? അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല കേട്ടോ, നന്നായിരിക്കില്ല. ഇറ്റ് വോണ്ട് ബി ഗുഡ് ഇഫ് ദേ ഫൈൻഡ് ഔട്ട്. നീ ഈ പുളിശ്ശേരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ, ആരുടെ മാങ്ങാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കിവിടെ മാവില്ലാത്ത കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി ഗുഡ് ഇഫ് ദേ ഫൈൻഡ് ഔട്ട്. ഓണത്തിന് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? കഴിച്ചോളൂ. ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പറയും, നല്ലത്. ഇറ്റ് വിൽ ബി ഗുഡ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. എപ്പോൾ ആരോടും പറയാതിരിക്കാതെ ഇങ്ങനെ പറയാം, നീ ആരോടും പറയരുത്, അതാണ് നല്ലതെന്ന്.
ഇഫ് യു ഡോണ്ട് ടെൽ എനിവൺ. ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു ഡോണ്ട് ടെൽ എനിവൺ. ഇതൊക്കെ നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇതൊന്നും ആരോടും പറഞ്ഞു ചെയ്താൽ കുട്ടിയുടെ കല്യാണം ശരിയാവട്ടെ എന്നിട്ട് പറയാം ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു ഡോണ്ട് ടെൽ എനിവൺ. അപ്പം നമ്മൾ 3 യൂസ്ഫുൾ പാറ്റേൺസ് നമ്മളിപ്പം ഓണത്തിനിടയ്ക്ക് പഠിച്ചത് എന്തൊക്കെയാ? വിൽ ബി, ഇറ്റ് വിൽ ബി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസിൽ അല്ലേ, ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് ദേ ടെൽ അസ്. പ്രസന്റ് ടെൻസ് ടെൽ അസ്, അത് റിയൽ ആണ്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ടോൾഡ് അസ് ഏർലിയർ, അത് ഹൈപ്പോത്തറ്റിക്കൽ ആവാം, അവര് വലിയ ആൾക്കാരാണ് നമ്മളത് പറയാൻ പോകില്ല, അതുകൊണ്ട് സാങ്കല്പികമായി പറയണത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം പ്രിയദർശൻ്റെ പുതിയ സിനിമ, നമ്മളൊരു പ്രിയദർശൻ ഫാനാണ്, ആളുടെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്, പ്രിയദർശൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നന്നായി. പ്രിയദർശൻ നമ്മളറിയോ? പറയാൻ ചാൻസ് ഉണ്ടോ? അപ്പം നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി പറയുന്നത് പ്രിയദർശൻ വന്നിട്ട് എൻ്റെ ഫോണിൽ ഡേ ഞങ്ങളുടെ പുതിയ പടം റിലീസാവുന്നുണ്ട്, സാങ്കല്പികമായിട്ട് പറയാം, അതുകൊണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു തന്നെ. അല്ലെങ്കിൽ പ്രസൻറ്റ് ഓഫ് ഫ്യൂച്ചർ ആകാം അല്ലേ. ഇവിടെ ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് ദേ ടോൾഡ് അസ് ഏർലിയർ, അവർക്ക് വേണമെങ്കിൽ പറയാം, അപ്പോൾ അവർ പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമായെന്നു. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറോ പ്രസൻറ്റുള്ള കാര്യമാവാം. ഇറ്റ് വുഡ് ഹാവ് ബിൻ ഗുഡ് ഇഫ് ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ എന്ന് പറയുമ്പം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടല്ലേ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത്. പിന്നെ അത് തന്നെ നമുക്കൊരു ഇത്തിരി സ്ട്രെസ് കൊടുണെങ്കിൽ ഐ വിഷ് ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ. ഐ വിഷ് കരച്ചലിൻ്റെ വക്കത്തെത്താൻ പോകണമെങ്കിൽ ഇഫ് ഓൺലി ദേ ഹാഡ് ടോൾഡ് അസ് ഏർലിയർ അല്ലേ. ഇഫ് ഓൺലി, ആ സ്ട്രോങ് വിഷ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇഫ് ഓൺലി. അപ്പോൾ ഈ 3 പാറ്റേൺസ് ആണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പം ഇതിൻ്റെ കൂടെ ചെറിയൊരു വേറെ പാറ്റേൺ കൂടെ പഠിക്കാം. ഇറ്റ് ഈസ് ഗുഡ് അങ്ങനെയും പറയാം, എന്നുവെച്ചാൽ ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു കറൻറ്റ് ഫാക്റ്റിനെ കുറിച്ച് പറയാം. എന്നുവെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു കാര്യം എല്ലായ്പ്പോഴും ശരിയായൊരു കാര്യമാണ്. ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു എക്സസൈസ് റെഗുലർലി, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഗുഡോ ഇറ്റ് വുഡ് ബി ഗുഡ് ഒന്നും വേണ്ട, ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, കാരണം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു എക്സസൈസ് റെഗുലർലി. ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു എക്സസൈസ് ടുമോറോ, നാളെ നീ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നേ. എന്നുവെച്ചാൽ ഇത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, നാളെ നീ എക്സസൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ഹൈപ്പോത്തറ്റിക്കലാണ് ഇറ്റ് വുഡ് ബി ഗുഡ് ഇഫ് യു എക്സസൈസ്ഡ് മോർ, പാസ്റ്റ് ടെൻസ് വരണേ. പിന്നെ റിഗ്രറ്റ് വരുന്നത് ഇറ്റ് വുഡ് ഹാവ് ബിൻ ഗുഡ് ഇഫ് യു ഹാഡ് എക്സസൈസ്ഡ് മോർ. ഓക്കെ, യു ഡിഡൻറ്റ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം കൊടിഞ്ഞിരിക്കുകയാണ്, കുറച്ചുകൂടെ എക്സസൈസ് ചെയ്യണമായിരുന്നു നീ, അങ്ങനെയായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇനി നമുക്ക് ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ എളുപ്പമായേനെ. ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ എളുപ്പമായേനെ. അപ്പോൾ അറിഞ്ഞോ? ഇല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായോ? ആയി. അപ്പോൾ പാസ്റ്റ് ടെൻസ് നടന്നതാണ്, അപ്പോൾ ഏതാ ഉപയോഗിക്കുക? ഇറ്റ്. എളുപ്പമായത് ഈസിയർ, ഇറ്റ് ഈസിയർ. ബാക്കി നിങ്ങൾ എഴുതാം. നാളെ വന്നാൽ ശരിയാവുമോ ചോദ്യമാണ്. ഓൾ റൈറ്റ് ആണോ നാളെ ഞാൻ വന്നാൽ? അവൻ എന്നെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും. വുഡ് ഉപയോഗിച്ച് പറയണം കേട്ടോ, കാത്തിരിക്കുന്നതാണ് നല്ലത്. വില്ലല്ല, വുഡ് ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ കോഴ്സൊന്നും എടുക്കാൻ താല്പര്യമില്ല, പക്ഷേ ഉപകാരമാവുന്നുണ്ട് കോണ്ടന്റ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല കോണ്ടന്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അത് എനിക്കൊരു ഉപകാരമാണ്. കാരണം നമ്മൾ നല്ല കോണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട്, എന്ന് വെച്ചാൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് മാസം ഒരു ചെറിയ എമൗണ്ട് അടച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. മെമ്പർഷിപ്പിൽ ഞാൻ വൊക്കാബുലറിയുടെ വീഡിയോ, എന്ന് വെച്ചാൽ വേർഡ്സ് കൂടുതൽ പഠിക്കേണ്ടത്, പിന്നെ കുറേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളുടെ കുറേ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ക്ലാസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നിരുന്നു മോനൊക്കെ ഉണ്ടായപ്പം, പക്ഷേ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടീസിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോളൂ, നിർബന്ധമൊന്നുമില്ല. എന്ത് വന്നാലും നല്ല കോണ്ടന്റ് ഞാൻ ഇവിടെ ഇടും, പക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും അതിഭീകരമായ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.